Hello my dear friends, welcome to my channel. So ഇന്ന് നമുക്ക് മാത്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. So that is types of numbers. നമ്മൾ പലതരത്തിലുള്ള നമ്പേഴ്സ് ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ? ഡെയിലി ലൈഫിലും ക്ലാസ് റൂമുകളിലും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള നമ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ നമുക്ക് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ഇന്ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. സോ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ നോർമലി എക്സ്പ്രസ് ചെയ്യുന്നത് n എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. സോ എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നമ്മൾ ഡെയിലി ലൈഫിൽ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കാറുള്ള നമ്പർ ഇല്ലേ? എത്ര ചോക്ലേറ്റ്സ് ഉണ്ട്, എത്ര സ്വീറ്റ്സ് ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാറില്ലേ? 1, 2, 3, 4 എക്സെട്ര. സോ ദാറ്റ് ഈസ് നാച്ചുറൽ നമ്പേഴ്സ്. ഡെയിലി ഉപയോഗിക്കുന്ന കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ സെറ്റ് ഓഫ് ഓൾ 1, 2, 3, 4 എക്സെട്ര. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു, ഇൻഫിനിറ്റി വരെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഈസ് നാച്ചുറൽ നമ്പേഴ്സ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോൾ നമ്പേഴ്സ് ആണ്. എന്താണ് ഹോൾ നമ്പേഴ്സ്? നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ 1ന്റെ തൊട്ട് പുറകിൽ എന്താണ് വരുന്നത്? 1ന്റെ പുറകിൽ 0 ആയിരിക്കും അല്ലേ? ആ 0യും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഹോൾ നമ്പേഴ്സ് കിട്ടും. സോ ഹോൾ നമ്പേഴ്സ് ഈസ് സെറ്റ് ഓഫ് ഓൾ 0, 1, 2, 3, 4 എക്സെട്ര. ഇറ്റ്സ് ഓൾസോ ഗോയിങ്. സോ ഹോൾ നമ്പേഴ്സിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വരുന്ന ലെറ്റർ W ആണ്. സോ W ഈസ് whole numbers, that is set of all 0, 1, 2, 3, 4 etc. The next one is integers. എന്താണ് integers? നമ്മളിപ്പം നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞപ്പം അവിടെ 1, 2, 3, 4 എക്സെട്ര, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിന്റെ നെഗറ്റീവ് പോർഷനും കൂടെ വന്നാലോ? ദാറ്റ് ഈസ് -4, -3, -2, -1. ദെൻ ഇവിടെയുള്ള 0യും 1, 2, 3, 4 എക്സെട്ര അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെറ്റിനെയാണ് നമുക്ക് ഇൻറ്റീജേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. അതായത് നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സും 0യും പോസിറ്റീവ് നമ്പേഴ്സും ഉൾപ്പെടുന്നതാണ് ഇൻറ്റീജേഴ്സ്. സോ ഇൻറ്റീജേഴ്സ് ഈസ് represented by the letter Z, and that is set of all -3, ഇവിടെ എക്സെട്ര മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ട്. -3, -2, -1, 0, 1, 2, 3 and it's also going. This is a set of integers. Negative numbers, then 0 and then positive numbers. Then our next category is rational numbers. കേട്ടിട്ടുണ്ടാവുമല്ലോ, എന്താണ് റാഷണൽ നമ്പേഴ്സ്? നമുക്ക് 1, 2, 3, 4ഉം അതിന്റെ നെഗറ്റീവ് പോർഷനും 0യും മാത്രമല്ല, ചില സമയങ്ങളിൽ നമ്മൾ നമ്പേഴ്സ് ഫ്രാക്ഷൻ ആയിട്ട് പറയാറുണ്ട്, അതുപോലെ തന്നെ ഡെസിമൽ ഇട്ട് പറയാറുണ്ട്. 0.25 എന്നോ 1.5 എന്നോ 0.35 എന്നോ ഒക്കെ പറയാറുണ്ട്. സോ അവിടെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് പറയുന്നത്. സോ റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ലെറ്റർ Q ആണ്. റാഷണൽ നമ്പേഴ്സിനെ പൊതുവായിട്ട് നമുക്ക് P/Q എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. Pയും Qവും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻറ്റീജേഴ്സിൽ ഏത് നമ്പർ വേണമെങ്കിലും ആവാം. -3യോ -4ഓ -99ഓ +99ഓ 7ഓ 4ഓ ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആവാം. സോ Pയും Qവും ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. Q നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതെന്താണ് Q നോട്ട് ഈക്വൽ ടു 0? കാരണം 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. സോ ഹിയർ റാഷണൽ നമ്പേഴ്സ് ഈസ് ഇൻ ദ ഫോം P/Q where കണ്ടീഷൻ എന്താണ്? P and Q are integers and Q not equal to 0. ഈ ഒരു ഫോമിലാണ് എങ്കിൽ നമുക്കതിനെ റാഷണൽ നമ്പേഴ്സ് ആണ് എന്ന് പറയാം. സോ ഇവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് 1/5 പറയാം. കാരണം എന്താണ്? 1ഉം 5ഉം ഇൻറ്റീജേഴ്സ് ആണ് ആൻഡ് 5 നോട്ട് ഈക്വൽ ടു 0. P/Q എന്ന് പറയുന്ന ഫോമിലാണല്ലോ ഇത് കിടക്കുന്നത്, 1/5. അതുപോലെ നമുക്ക് പറയാം 1/2, 4/3 ഇതുപോലുള്ള നമ്പേഴ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ദെൻ 5 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പർ ആണ്. കാരണം എന്താണ്? 5നെ നമുക്ക് എങ്ങനെ എഴുതാം? P/Q എന്ന ഫോമിൽ 5 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയാം. കാരണം ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും ഏത് ഹോൾ നമ്പർ എടുത്താലും ഇൻറ്റീജർ എടുത്താലും അതിനെല്ലാം ഡിനോമിനേറ്ററിൽ നമുക്ക് 1 ഇട്ട് എക്സ്പ്രസ് ചെയ്യാം. അതിന്റെ വിലയിൽ ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ. സോ 0 ഈസ് ഓൾസോ ആൻ
റാഷണൽ നമ്പർ. എന്തുകൊണ്ടാണ്? സീറോനെ നമുക്ക് 0 ഡിവൈഡഡ് ബൈ 1 എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. 7 നമുക്ക് എക്സ്പ്രസ് ചെയ്യാം 7 ഡിവൈഡഡ് ബൈ 1. സോ ഓൾ ഇന്റീജേഴ്സ് ആൻഡ് all whole numbers, all natural numbers, they are rational numbers. ഇവിടെ പറഞ്ഞ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും ഇന്റീജേഴ്സും എല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. കാരണം ഇതിനെല്ലാം നമുക്ക് p/q എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് എന്തും കൂടെ പറയാം, ഡെസിമൽ നമ്പേഴ്സും ഇവിടെ റാഷണൽ നമ്പറിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മളിവിടെ എഴുതി കഴിഞ്ഞാൽ 1/2 നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് തൊട്ടുമുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. 1/2 എന്ന് പറയുന്ന ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടും. സോ 0.5 ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. അതുപോലെ നമുക്ക് എഴുതാൻ വേണമെങ്കിൽ 0.25 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4. 1 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 0.25. സോ 1/4 ഈസ് എ റാഷണൽ നമ്പർ. സോ 0.25 ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. സോ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നതും ഫ്രാക്ഷണൽ നമ്പേഴ്സും എല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇറാഷണൽ നമ്പേഴ്സ്. സോ ഇറാഷണൽ നമ്പേഴ്സിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ലെറ്റർ ഐ കൊണ്ടാണ്. ഐ ഈസ് എക്സ്പ്രസ്ഡ് ഫോർ ഇറാഷണൽ നമ്പേഴ്സ്. സോ റാഷണൽ നമ്പേഴ്സിൽ നമ്മൾ പറഞ്ഞു p/q എന്ന ഫോമിൽ എഴുതാൻ പറ്റണം ഒരു നമ്പറിനെ. പിയും ക്യൂവും ഇന്റീജർ ആയിരിക്കണം. q നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു റാഷണൽ നമ്പർ ആണ് എന്ന് പറഞ്ഞു. സോ ഒരു നമ്പറിനെ p/q എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. സോ 2 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 2 ഡിവൈഡഡ് ബൈ 1 എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതെന്താണ്? ഇപ്പം ഒരു റാഷണൽ നമ്പർ ആണ്. സോ ഹിയർ √2 എന്ന് പറയുന്ന നമ്പർ, ദെൻ √3 ഇങ്ങനെ റൂട്ട് ഇട്ട് നമ്മൾ എഴുതുന്ന നമ്പർ, ഇതാണെന്നത് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇവരെ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു ഫ്രാക്ഷണൽ ഫോമിൽ എഴുതാൻ പറ്റില്ല. ഇറ്റ് cannot be written as a fraction and their decimal forms goes on forever and never repeats. സോ ഇവിടെ √2ന്റെ ഡെസിമൽ ഫോം നമ്മൾ എടുത്ത് കഴിയുമ്പോൾ 1.41421 എക്സെട്ര ഇതിങ്ങനെ പോവാണ് ചെയ്യുന്നത്. സോ ദർ ഡെസിമൽ ഫോം ഗോസ് ഓൺ ഫോർ എവർ ആൻഡ് നെവർ റിപ്പീറ്റ്സ്. ഈ ഡെസിമൽ ഫോം ഈ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഈ നമ്പർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ ഇതിൽ ഈ പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഇതിന്റെ ഡെസിമൽ ഫോം ഒരിക്കൽ പോലും ഈ സെയിം നമ്പർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് അല്ല, ഡിഫറെന്റ് ആയിട്ടാണ്, ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ് വന്നു പോകുന്നത്. സോ നമുക്ക് വേറൊരു നമ്പറോട് അറിയാലോ ഇറാഷണൽ നമ്പറിന്റെ കൂട്ടത്തില് പൈ. കാരണം പൈയുടെ ഡെസിമൽ ഫോം എടുത്താലും 3.14 എക്സെട്ര ഇതും ഇങ്ങനെ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നുമില്ല, ആ ഡെസിമൽ ഫോം ഒരിക്കലും എൻഡ് ചെയ്യുന്നുമില്ല. സോ പൈ ഈസ് ഓൾസോ എ ഇറാഷണൽ നമ്പേഴ്സ്. സോ നമ്മളിപ്പോൾ പറഞ്ഞത് ഇറാഷണൽ നമ്പറാണ്. റാഷണൽ നമ്പർ p/q എന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിനെ നമുക്ക് ഒരിക്കലും p/q എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെയാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ദെൻ റിയൽ നമ്പേഴ്സ്. എന്തായിരിക്കും റിയൽ നമ്പേഴ്സ്? റിയൽ നമ്പേഴ്സിനെ നമ്മൾ R എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. സോ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇന്റീജേഴ്സ്, അതുപോലെ തന്നെ റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, ഇവരെല്ലാം കൂടി ചേരുന്നതാണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. സോ ഓൾ ഓഫ് ദ എബോ ഈസ് റിയൽ നമ്പേഴ്സ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു റാഷണൽ നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ത് വരുന്നുണ്ട്? നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും ഇന്റീജറും വരുന്നുണ്ട്. സോ റാഷണൽ നമ്പർ പ്ലസ് ഇറാഷണൽ നമ്പർ, ഈ ഒരു സെറ്റാണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. സോ ഏത് നമ്പർ എടുത്താലും അതെന്താണ്? ഒരു റിയൽ നമ്പറാണ്. 3.14 ഒരു റിയൽ നമ്പറാണ്. 0.27 ഒരു റിയൽ നമ്പറാണ്. √2 ഈസ് ഓൾസോ എ റിയൽ നമ്പർ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാം കൂടി ഒന്നുകൂടെ പറയുവാണെങ്കിൽ എന്താണ്? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് 1, 2, 3, 4 എക്സെട്ര. ദെൻ ഹോൾ നമ്പർ 0, 1, 2, 3 എക്സെട്ര. നാച്ചുറൽ നമ്പറിന്റെ മുമ്പിൽ 0 കൂടെ വന്ന ഹോൾ നമ്പറായി. ദെൻ ഇന്റീജേഴ്സ്. ഇന്റീജേഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള നമ്പേഴ്സ് ഈ നാച്ചുറൽ നമ്പറിന്റെ നെഗറ്റീവ് പോർഷനോട് ഇട്ട് കൊടുത്താൽ മതി. സോ
etc. minus 3, minus 2, minus 1, 0, 1, 2, 3, etc. Then next one we discussed about rational numbers. So Q, ഏതെങ്കിലും ഒരു നമ്പറിനെ നമുക്ക് പി ബൈ ക്യൂ എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിയും ക്യൂവും ഇൻറ്റീജേഴ്സും ക്യൂ നോട്ട് ഈക്വൽ ടു 0 ആണ് എങ്കിൽ അത് ഒരു റാഷണൽ നമ്പർ ആണ്. ദെൻ ഇറാഷണൽ നമ്പർ ആയി. ഇറാഷണൽ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമുക്ക് ഒരിക്കലും പി ബൈ ക്യൂ എന്ന ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെയാണ് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് √2, √3, പൈ, ഈ ഒരു ഫോമിലുള്ള നമ്പേഴ്സ്. Then real numbers are, real numbers എന്ന് പറയുന്നതാണ് all of the above. ഇപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ എല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. Any number you can find on the number line, whether it's a fraction or a whole number or a decimal or a square root, it's a real number. നമ്പർ ലൈനിൽ കാണുന്ന ഫ്രാക്ഷൻ ആയാലും ഹോൾ നമ്പർ ആയാലും നാച്ചുറൽ നമ്പർ ആയാലോ ഡെസിമൽ ആയാലോ സ്ക്വയർ റൂട്ട് ആയാലോ അതെല്ലാം എന്താണ്? റിയൽ നമ്പർ തന്നെയാണ്. സോ വി ഡിസ്കസ്ഡ് അബൌട്ട് type of numbers. So if you found this video helpful, don't forget to like, share and subscribe for more easy math lessons. And comment below if you have any questions or topics you want me to cover next. So see you next time.